വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. Thank you, Faris. സോ ബാഫിൽ ഒരു ഓൺട്രപ്രണിയർ മാത്രമല്ല, ഹി ഈസ് ആൻ ആർക്കിടെക്ട് ബൈ പ്രൊഫഷൻ. ഒരു ടൈല് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് മനസ്സിലാവില്ല. ഫസ്റ്റ് ക്വാളിറ്റി ടൈലുകളിൽ ആണ് ഈ വിഭജനം വരുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാക്കുന്നേ എല്ലാ കമ്പനീസും ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാക്കുന്നത് അവരെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട്. ഈ ഞാൻ പറഞ്ഞ പോളിഷിങ്ങിലും ഹീറ്റിങ്ങിലും അല്ല, ചില ഒരു ഹീറ്റിംഗ് ഒക്കെ കുറച്ചെന്ന് വരും, പക്ഷെ അതുകൊണ്ട് ക്വാളിറ്റി പോകാനൊന്നും പോകണമെന്നില്ല. ഫൈറൂസ്, ഒരു മലയാളിയുടെ എല്ലാ മലയാളികളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. ഒരു ബാത്റൂം ഒരു മനുഷ്യന്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യും? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും വീടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വിധത്തിൽ നല്ലൊരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് തന്നെ ബാത്റൂംസിലേക്ക് ആളുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് വീടാണെന്നുള്ളതാണെങ്കിൽ ആ ഒരു വീടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 20% അല്ലെങ്കിൽ 30% എമൗണ്ട്സ് ഇപ്പോൾ ബാത്റൂംസിലേക്കുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ എ സിയുടെ കേസിൽ നമുക്ക് 2 ടൈപ്പ് എ സികളുണ്ടെന്ന് പറയും. അതായത് നോൺ ഇൻവേർട്ടർ ടൈപ്പ് എ സി ഉണ്ട്, ഇൻവേർട്ടർ ടൈപ്പ് എ സി ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം ഈ ഒരു ബെഡ്റൂംസിലാകട്ടെ നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഏരിയകളാകുമ്പോൾ നമ്മൾ ഇൻവേർട്ടർ ടൈപ്പ് എ സികളാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. നമ്മൾ ഈ ഒരു സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു പേരാണ് VRF സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ 5 സ്റ്റാർ കാറ്റഗറി ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഇലക്ട്രിക്കൽ റേറ്റിംഗ്സ്. ഇലക്ട്രിക്കൽ റേറ്റിംഗ് അതിന്റെ മുകളിലാണ് ഈ ഒരു VRF സിസ്റ്റത്തിന്റെ അകത്തേക്ക് വരുന്നത്. നമ്മൾ നോർമൽ എ സി വെക്കുന്നത് ഈ ഒരു VRF സിസ്റ്റം ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് കറണ്ട് കൺസപ്ഷൻ്റെ 30%ഓളം വ്യത്യാസം വരുന്നുണ്ട്. വാക്കി ടോക്കിയിൽ ലീഗൽ സർട്ടിഫിക്കേഷൻസ് ആവശ്യമുള്ള വാക്കി ടോക്കീസ് ഉണ്ട്, ആവശ്യമില്ലാത്തതുണ്ട്. പലർക്കും അറിയില്ല, ഇത് പോലീസിന് മാത്രമേ. അതിലെങ്ങനെയാണ് ആ ഒരു വ്യത്യാസം? അതെ, ഇപ്പോൾ ഞാൻ പറയുന്നത് ലൈസൻസ് നമ്മൾ ഒരാൾ ഗൺ ഉപയോഗിക്കുന്നു, അത് ലൈസൻസ് ആവശ്യമാണ് അല്ലേ? നോർമലിയുള്ള രീതിയിൽ എന്നെ മനസ്സിലാക്കുന്നത് ലൈസൻസ് ആവശ്യമില്ലാത്ത ഗണ്ണുമില്ലേ? എയർ പിസ്റ്റൾസ് അല്ലെങ്കിൽ എയർ പിസ്റ്റൾസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാക്കി ടോക്കിയിലും ലൈസൻസ് ഫ്രീ ഉണ്ട്, ലൈസൻസ് റേഡിയോസും ഉണ്ട്. ഇന്റീരിയറുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺ പുതിയ കാലത്തെ ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിൽ ഒരു നല്ലൊരു ഇന്റീരിയറാണ് വേണ്ടത്. അതൊന്നും പണ്ട് അത്രത്തോളം ആളുകൾ ചിന്തിക്കാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇന്റീരിയറിൽ അത്രയും ലക്ഷങ്ങൾ മുടക്കി പിന്നെ ഭംഗിയിൽ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ വരുന്നത്. അങ്ങനെ ഒരു നമുക്കറിയാം, നമ്മൾ വാട്ടർ ലീക്കേജ് ഉള്ള ഒരു സൈറ്റ് ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെയിന്റ് പൊളിഞ്ഞു പോവുക എന്നുള്ളത് സ്ഥിരമായി കാണുന്ന. അവിടെ സിവിൽ സ്ട്രക്ചറിന് ശരിക്കും ഒരു എമൗണ്ടിൽ ഒരു ഫിക്സഡ് എമൗണ്ടിൽ നിൽക്കും. ഇന്റീരിയർ അതല്ല, അതിനേക്കാൾ എത്ര ഇരട്ടി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതെ, കാരണം അതിലാണ് മേജർ ഭംഗിയുടെ ഒരു മേജർ പാർട്ട് വരുന്നത്. അവിടെയെല്ലാം ഈ മഴവെള്ളം, ഈർപ്പം എല്ലാം ഈർപ്പം ഇതൊക്കെ വന്നിട്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്ന, ചുമരുകൾ വൃത്തികേടാവുന്ന, ഈവൻ കബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുന്ന ഈ സെനേരിയോസ് ഒക്കെ ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു DB നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റീരിയർ എന്ന് പറയുന്ന സംഭവം, എക്സ്റ്റീരിയറിലുള്ള ലൈറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സ്റ്റീരിയറിൽ വെക്കുന്ന ഗേറ്റ് മോട്ടോഴ്സ് ഉണ്ടാവാം ഓട്ടോമേറ്റഡ്, അല്ലെങ്കിൽ എക്സ്റ്റീരിയറിൽ വരുന്ന നമ്മുടെ ഹൈറ്റിൽ വരുന്ന ബൊള്ളാർഡ് ലൈറ്റ്സ്, ഹൈറ്റ് കുറഞ്ഞ ബൊള്ളാർഡ്സ്, സ്പൈക്ക്, അങ്ങനെ എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പല എലമെൻറ്റ്സ് ഓഫ് ലൈറ്റ്സ് വാട്ടറിനായിട്ട് ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ കോണ്ടാക്ട് വരുന്ന പ്രൊഡക്ട്സാണ്, ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ നോർമലി നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എല്ലാ ഇലക്ട്രീഷ്യൻസും വെക്കുന്ന ഒരു സാധനമാണ് RCCB. ഈ RCCBൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ലീക്കേജ് കറണ്ട്, അതായത് വെള്ളത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ലീക്കേജ് വരുന്ന സമയത്ത് ഇത് ട്രിപ്പ് ആവണം. അപ്പോൾ ഈ പെർട്ടിക്കുലർലി ഇതിനൊക്കെ സമയം കണ്ടെത്തണം. ഇപ്പോൾ റീഡിംഗ് ആണെങ്കിലും ഈ അക്കാഡമിക് ബുക്സ്, ടെക്സ്റ്റ് ബുക്സ്, ഗൈഡ്സ് എന്നതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ജനറൽ ബുക്സ് കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കണം. അതുപോലെ തന്നെ ടോയ്സ്, എഡ്യൂക്കേഷണൽ ടോയ്സിനുള്ളൊരു സ്പെസിഫിക് ടൈം കുട്ടികൾക്ക് കണ്ടെത്തണം. ഇത് രണ്ടും കൂടി ചെയ്യുന്ന UK അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസ്, ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെങ്കിലും ഇവരിതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ആഫ്റ്റർ കൊറോണൻ്റെ എഫക്റ്റ് ആയിട്ടായിരിക്കണം കേരളത്തിലും ഈ ട്രെൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ബിസിനസ്സിൽ നന്നായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഒരുപാട് ഫാമിലി ഈ ഒരു ഫോട്ടോഗ്രാഫി പ്രൊഫഷനെ കൊണ്ട് ഒരുപാട് ഫാമിലി നമ്മളെ എന്നെ മോനെ പോലെ കാണുന്ന കുറേ ഫാമിലീസ്, ബ്രദറിനെ പോലെ കാണുന്ന കുറേ കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഒരു പ്രൊഫഷനിൽ കിട്ടാത്തൊരു രീതിയാണ്. അതാണ് ഒരു അറ്റാച്ച്മെൻറ്റ്. കാരണം പല അനുഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു വർക്കിന് പോകുമ്പോൾ അവിടെ നീ ഒന്ന് അത് ശരിയാക്കി കൊടുക്കും, എൻ്റെ സിസ്റ്റർ അല്ലേ എന്ന് പറഞ്ഞിട്ട് വരെയുള്ള അനുഭവങ്ങൾ വരെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത് തന്നെയാണ് നമ്മളെ ഒരു ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വരുന്നത്. എനിക്ക് ബബ്ലേഷ് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇമോഷൻസ് ഞാൻ കാണുന്നുണ്ട്. വലിയൊരു ജനറേഷൻ ഷിഫ്റ്റ് അതിലൊന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇൻഫർമേഷൻ എല്ലാം ഫിംഗർ ടിപ്പിലാണ്. അപ്പം ഏതൊരു കുട്ടിക്കും അവരെ ടീച്ചറായിട്ട് കാണുന്ന ഗൂഗിളായിരിക്കും. അപ്പം പണ്ടൊരു 10 years ബാക്ക് നമുക്കധികം മൾട്ടി സ്റ്റോർ ഇന്നർവെയർ ബ്രാൻഡിൽ ഔട്ട്ലെറ്റ് ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ്ലി പല ബ്രാൻഡുകളും എക്സ്ക്ലൂസീവ് EBOs എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് നമുക്ക് കാണാം. ഒരു ടെക്സ്റ്റൈൽസിലും ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റിലും പോകുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്നർവെയർ ഔട്ട്ലെറ്റിൽ ഫുള്ളി ട്രെയിൻഡ് എംപ്ലോയീസ് ആയിരിക്കും. അപ്പം ആ ഒരു കസ്റ്റമറിന് ഈ ഇന്നർവെയറിൻ്റെ പർപ്പസ് എന്താണെന്നും ഈ ഫാബ്രിക് എന്താണെന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഒരു കസ്റ്റമർ അത് വൺസ് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കസ്റ്റമർ അവിടെ തന്നെ പോകുള്ളൂ. നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട് അവിടെ ചോയ്സ്. പക്ഷേ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കേസിൽ അവരെ ഒരു പ്രൊഡക്റ്റുകൾ നമ്പർ ഓഫ് പ്രൊഡക്റ്റിൽ ഒരു കോർണർ ഏരിയ മാത്രമാണ് ഇന്നർവെയർ ആയിട്ട്